ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. മാറ്റിയൊരുങ്ങിയെടുക്കോ കാര്യമായിട്ട് പോവാണ് എവിടുക്കാന്നൊക്കെ പറയട്ടെ. എവിടുക്കാന്ന് വെച്ചാൽ കാര്യമായിട്ട് എടുക്കില്ല. രാത്രി ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണം കൂടാന്ന് കരുതി അങ്ങനെ പോവാട്ടാ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കുട്ടിയിലാണ്. അപ്പോൾ കുട്ടികളും മക്കളും ചട്ടിമക്കളൊക്കെ ആയിട്ട് ഒച്ചപ്പാടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഒഴിഞ്ഞൊരു റൂമിലൊക്കെ വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വാതിലടക്കം കുറ്റിയിട്ടിട്ട് ഒച്ചപ്പാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തേക്ക് വരാം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. തിരൂരത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. കുറേ മുന്നുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ മടിൻ്റെ ഒരു അസുഖം വന്നിക്കണെന്ന്. അപ്പോൾ ആ മടിൻ്റെ അസുഖം കാരണം വീഡിയോ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മാറ്റി ഞങ്ങൾ കല്യാണത്തിന് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതാട്ട അവസ്ഥ. ഈ കടലും പുഴയൊക്കെ ചാടി കടന്നിട്ട് വേണം കല്യാണ പെരയ്ക്ക് പോവാൻ. ഇത് റോഡ് ഏതാ തോട് ഏതാ പുഴ ഏതാന്നൊന്നും അറിയില്ല കേട്ടോ. എന്ന അവസ്ഥ കേട്ടോ. ആകെ വെള്ളക്കളി. പിന്നെന്താ ചെയ്യുക, ബിരിയാണി തിന്നണമെങ്കിൽ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചല്ലേ പറ്റൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ തോടും വെള്ളവും എന്താ പുഴയും ഒക്കെ ചാടി കടന്ന് അങ്ങനെ പോവാട്ടോ. അങ്ങനെ പോയി എന്തായാലും കല്യാണപ്പേരൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോൾ നല്ല പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെന്ന് കയറിയപ്പോൾ അതാട്ടോ അവസ്ഥ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. ഇങ്ങനെ പെരക്ക് ആകെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ട് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്നൊക്കത്തെ പരിപാടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഒരു ദിവസം 2 കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്ളോഗ് ചെയ്യുന്നിട്ടാ. അപ്പോൾ ഇതാ കല്യാണത്തിൻ്റെ തലേന്നൊക്കത്തെ പരിപാടിൻ്റെ വീഡിയോ ചെയ്യുന്നിട്ടത്. അപ്പോൾ ഞാനിതൊരു മിനി വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കൊലയും ഇതേമാതിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നോക്കി പേരൊക്കെ ഒന്ന് നന്നായിട്ട് ചുറ്റി കറങ്ങി കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേഗം കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ കിടക്കണമല്ലോ, ചോറുണ്ണാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അവിടെ കുട്ടികൾ ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലക്ഷ്യം എന്താണ്, ചോറുണ്ണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ ചെന്ന പാടന്നെ നല്ല അടിപൊളി ചൂടോടുക്കനുള്ള ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടാണ്. നമ്മളെ മറ്റേ എല്ലും കോഴി ഉണ്ടല്ലോ, ആ എല്ലും കോഴിൻ്റെ അടിപൊളി ചോറിട്ടാ. പൈസ ടൈമിൽ കിട്ടിയിട്ട് എന്താ നാവട്ടെ, ഭയങ്കര ടേസ്റ്റും ചോറിന് നല്ല ഇഷ്ടമായിട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് എന്താണ് ചോറുന്നേട്ടാ. പിന്നെ ഈ ചോറിൻ്റെ അരിക്ക കണ്ട ഈ ഒരു മുളക്, ഇതിങ്ങനെ തിരൂരത്തെ ഒരു സ്പെഷ്യലാട്ടോ. നമ്മളെ നാട്ടിൽ പുളിയിഞ്ചി എന്ന് പറയും. പക്ഷെ നമ്മളെ പുളിയിഞ്ചിയിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് തിരൂർ കണ്ടത് പുളിയിഞ്ചിയാണെന്ന് തോന്നുന്നു. പക്ഷെ പുളിയിഞ്ചി അല്ല, മുളകച്ചാറ് നട്ടോ ഓല അതിന് പറയൽ. ശരിക്കും നമ്മൾ പുളിയിഞ്ചിൻ്റെ ഒക്കെ അതേമാതിരി ടേസ്റ്റ്. പക്ഷെ ഇച്ചെന്താന്നാവട്ടെ ആ സാധനം ഇഷ്ടമല്ല കേട്ടോ. അവിടെ തിരൂർക്കാർക്കൊക്കെ അതില്ലാതെ ചോറ് പോലെ ഈ ബിരിയാണി അങ്ങനത്തെ സ്പെഷ്യൽ ചോദിച്ചിട്ടൊക്കെ ഈ ഒരു അച്ചാറുണ്ടാവും. കണ്ടേരെ കണ്ടു. കാരണം ഒരു മധുരം ഇതൊക്കെ കൂടിയിട്ട് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചോറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറിനെല്ലാം കഴിഞ്ഞ് മേലെ പോയപ്പോൾ ട്രെയിനൊക്കെ പോകണ്ടായിരുന്നിട്ട്. അങ്ങനെ ട്രെയിനൊക്കെ പോകണമൊക്കെ കണ്ട് പിന്നെ പുതിയാപ്പിളിൻ്റെ റൂമിൽ പോയിട്ട് കണ്ണട കണ്ടപ്പോൾ ഒരു പട്ടിഷോ. ഇങ്ങനെ കണ്ണട കണ്ട പിന്നെ അങ്ങനെയാണല്ലേ, എത്ര പേരിന്ന് മാറ്റിയിരുങ്ങി വന്നാണെങ്കിലും കണ്ണട കാണുമ്പോൾ ഒന്നും മാറ്റിയിരുങ്ങാൻ തോന്നില്ല. അങ്ങനെ വെറുതെ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അമ്മേൻ്റെ മോളും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നിട്ടാ. പിന്നെ അതാ കട്ടിലിന് ഉറപ്പുണ്ടാകൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ചാടി മറിഞ്ഞ് കുത്തി മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഓല് നോക്കിയാലല്ലേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു കട്ടിലിന് ഉറപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് ചെന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ നല്ല ചുറ്റി കറങ്ങി കാണുന്നിട്ടാ. പിന്നെ വീഡിയോ എത്ര അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തികയണില്ല. നമ്മൾ പെണ്ണുങ്ങളെ സ്വഭാവമാണില്ല. എന്തൊക്കെ കഴിഞ്ഞ് മാറ്റി ഒരുങ്ങിയാലും കുറേ തിരിഞ്ഞിട്ടും പറഞ്ഞിട്ടും കുറേ കണ്ണാടി നോക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിത്തിരിഞ്ഞ് ചീത്ത കേൾക്കോളം ഈ ഒരു കണ്ണടൻ്റെ മുന്നിൽ നിന്ന് മാറൂലല്ലോ. നമ്മളൊക്കെ തന്നെ ഈക്കാരം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെയൊക്കെ കണ്ണട കാണുമ്പോൾ നമ്മളൊന്നും കൂടി ചൊറുക്കാണ് നമുക്ക് തന്നെ തോന്നും. നമ്മളെ എന്താ പറയുക, പുകഴ്ത്താൻ ആരും വരുള്ളൂ. നമ്മൾ തന്നെ പുകഴ്ത്തേണ്ടി വരും. കാര്യം മനസ്സിലായല്ലോ. അതായത് നമ്മളെ നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല, നമ്മളെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം അങ്ങനെ എന്തായാലും കണ്ണാടി നോക്കിയിട്ട് സ്വയം പുകഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നിട്ടാ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ റൂമിൽ വീഡിയോ എടുത്തപ്പോൾ എന്താണെന്നൊന്നും കറക്റ്റ് മനസ്സിലായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനെന്തൊരു കട്ടി എല്ലാവരും പോയതിന് ശേഷം ഒറ്റയ്ക്ക് റൂമിൽ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റൂമിൻ്റെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പുറത്ത് വന്നപ്പോൾ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കണം. കാരണം ഞങ്ങളൊക്കെ മാതിരിയുള്ളൊരു ഫസ്റ്റ് ട്രിപ്പിലേനൊക്കെ ഇരുന്ന് അങ്ങനെ ചോർത്തിയിട്ടൊക്കെ കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ തീറ്റ കഴിഞ്ഞുകൊണ്ട് പിന്നെ തിന്നത് ദഹിച്ചണല്ലോ. അങ്ങനെ മേലെ കയറി എന്നിട്ട് പിന്നെ കുട്ടികളൊക്കെ അവിടെ എല്ലാം ചാടിക്കളിയും മണ്ടിക്കളിയൊക്കെ ആട്ടാ. പിന്നെ കാര്യമായിട്ട് പാട്ടും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് എന്താണ്, ഒന്ന് മാറ്റിയിരുങ്ങി വന്നാൽ ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാർപ്പിൻ്റെ മേലേക്ക് വന്നിരുന്നിട്ടാ. പിന്നെ അത് അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഇട്ടാ. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരിക്കണം. ചെന്നപ്പോൾ അവിടെ വെള്ളം ചാടിയെന്നിട്ടാ. പക്ഷെ ഇപ്പം നിർത്തി വെച്ചിരിക്കണം. പിന്നെ അതവിടെ ചോർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ തിരക്കൊഴിഞ്ഞ് തുടങ്ങിയിരിക്കണ്.
പിന്നെ ഞങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കാന്നൊക്കെ കരുതിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൈയൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോയതാട്ടാ. അയ്യോ അത് അതിലും വലിയ കോമഡി ആയിരുന്നിട്ടാ. ഞാൻ ഈ ലൈറ്റ് ഇങ്ങനെ നിലത്തോല് ഇങ്ങനെ അതായത് അവിടെ ഇങ്ങനെ അലങ്കരിച്ചതിൻ്റെ ബാക്കി നിലത്തുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് നല്ല ലൈറ്റ് ഇട്ടോ, നല്ല എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷോക്ക് ഉണ്ടായിരുന്നിട്ടാ. പിന്നെ നമുക്ക് ഫോട്ടോ ആണല്ലോ നമ്മളെ മെയിനായിട്ട്. പിന്നെ അങ്ങനെയൊക്കെ ഷോക്കൊക്കെ സഹിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി എന്നിട്ടാ. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ, വല്ല പെരൻ്റെ ബാക്കിൽ കൂടി രാത്രി ആയതുകൊണ്ട് കേട്ടോ, വല്ല ടോർച്ച് അടിച്ച് പോകണ മാതിരി തോന്നിയത്. പക്ഷെ പകലൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയൊക്കെ കേട്ടോ കാണാനും. നമുക്ക് പിന്നെ ട്രെയിന് ബസ് പോകണ മാതിരി കണ്ട് ശീലമായതുകൊണ്ട് അത്ര വലിയ ഇതില്ല. പണ്ടൊക്കെ കുട്ടികളെ തന്നെയാണ് ട്രെയിന് പറയുമ്പോൾ ട്രെയിനിൻ്റെ വാല് കണ്ടാലും അല്ലാ എന്തോ വലിയ കാര്യം കിട്ടിയ മാതിരി. അപ്പം പിന്നെ ട്രെയിന് ശരിക്കും നമ്മൾ ഓട്ടോറിക്ഷയും ബസ്സൊക്കെ പോകണ മാതിരി ഒരു നിലയും വലിയാതായിക്കണ്. അന്നൊക്കെ പിന്നെ ഇതേമാതിരി അങ്ങാടിപ്പുറത്തൊക്കെ പോകുമ്പോഴേ ട്രെയിന് കാണാം, ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ ട്രെയിനിൻ്റെ മൂടൊക്കെ ആയിക്കാരം കാണും. എന്നാലും എന്തൊക്കെയോ ഒരു നേടിയൊരു ഫീലായിക്കാരം. അതൊക്കെ ചെറുപ്പത്തിലത്തെ അതൊരു കാലം. അന്നൊക്കെ പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്ക് വലിയ കാര്യമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് നിലയും വിലയും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കേട്ടോ. പിന്നെ രാത്രി ഇങ്ങനെ ഇതിന് ബാക്കിൽ കൂടെ ഇടക്കും തലക്കൊക്കെ ട്രെയിനുകൾ പോകുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ടോർച്ച് അടിച്ച് പോകണ അതേമാതിരിയല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പകലൊക്കെയാണ് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് നേരം കുട്ടികളിങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം കുട്ടികളെ ഡാൻസും കളിയൊക്കെ കാണാൻ നിന്നിട്ടാണ്. പിന്നെ എനിക്കാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടായിരുന്നു. ലാലു പിന്നെ കല്യാണത്തിന് വന്നിട്ടില്ല കേട്ടോ. ലാലു പിന്നെ പിറ്റേന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞിരുന്നു ഈ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ടാ. ഈ പെരക്കാരെ കല്യാണം എന്ത് ചെയ്യുന്നു വൈകുന്നേരമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഒരു കല്യാണം ഉണ്ട്, വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ പിന്നെ ലാലു വൈകുന്നേരത്തെ കല്യാണത്തിന് നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞ് നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ ആൾ വിളിച്ചിട്ടുണ്ട്, വേഗം വാ വേഗം പറഞ്ഞിട്ട്. കാരണം ഇന്നായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ എന്താണ് ഇപ്പോൾ ഈ കല്യാണത്തിന് മറ്റിരുങ്ങിയിട്ട് എന്താ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ കട നല്ല പുറത്തേക്കല്ല ലുക്ക് ചെയ്യിക്കാറ്, പക്ഷെ ഉള്ളിലൊക്കെ പോക്കാണ്. ചെവി രണ്ടും അടഞ്ഞിട്ട് എന്താണെന്നാവട്ടെ, അപ്പം എന്താ എന്നറിയില്ല. അപ്പം ഇങ്ങനെ 2 ദിവസമായി ചെവിയൊക്കെ അടഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ദശത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇടത് മൂക്ക് ഫുൾ ടൈം അടഞ്ഞുകൊണ്ടേക്കാരം. പിന്നെ 2 ദിവസമായിട്ട് 2 ചെവി അടഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പേടിയായിട്ട്. അപ്പോൾ ദശത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദശത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, അലർജി കൂടിയതാണെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ പള്ളടച്ച് മരുന്നൊക്കെ കിട്ടി, മരുന്നൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ പെരയിലെത്തിയിട്ട് അടുത്ത ചടങ്ങ് എന്താണ്, ഈ ഇട്ട ഡ്രസ്സ് ഇട്ട മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമല്ലോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഷാൾ ഊരിയിടുമ്പോൾ തന്നെ കുറേ സമാധാനമായിക്കാരല്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാ വണ്ടി എന്നാലും ഈ ഡ്രസ്സും ഷാളും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ തന്നെ വന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാരം, മാറ്റി ഒരുങ്ങിയിട്ടൊക്കെ തുള്ളിച്ചാടി മുന്നിൽ പോകും. പക്ഷെ വന്നിട്ട് ഈ ഡ്രസ്സ് ഊരിയിട്ട് ഈ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുന്ന കാര്യമെല്ലാം ആലോചിക്കുമ്പോഴത്തേന് എന്തോ വലിയ ഭാരമുള്ള പണി കേട്ടോ. പക്ഷെ തീരെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം കേട്ടോ. പിന്നെ എൻ്റെ പോലെ നല്ല കുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നതൊക്കെ ഇഷ്ടമൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ മാറ്റി ഒരുങ്ങി പോകണതൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ വന്നാലുള്ള പണി ഉണ്ടല്ലോ, അല്ലാ അത്രയ്ക്ക് പിരാന്ത് വേറെ ഒന്നുമില്ല. കാര്യം ഡ്രസ്സൊക്കെ ഊരിയിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടൊന്ന് മേലേക്ക് വരണമല്ല, അതാണ് ഏറ്റവും വലിയ എന്തോ ഭാരമുള്ള പണി ടൈച്ച്. കാരണം ഇങ്ങനെ പോണ പൊലിയിൽ മാറ്റലും ഒരുക്കമൊക്കെ വേഗം വേഗം കഴിയും. കാരണം നമ്മൾ ആ പോണ പൊലി വയ്ക്കാറില്ല, വന്നാൽ പിന്നെ അതല്ലല്ലോ, നമ്മൾ ക്ഷീണിച്ചും കൊണ്ടല്ലേ കാരം വരിക. പിന്നെ ബെഡൊന്ന് കണ്ടാൽ മതി നീണ്ട് നിവർന്ന് കിടക്കാൻ എന്നൊക്കെ കരുതിയിട്ടേക്കാരം വരിക. അല്ല പിന്നെ ബെഡ് കണ്ടാൽ പിന്നെ നമ്മളെ നിയത്ത് എന്തേക്കാരം ഒന്ന് വേഗം കിടന്നാൽ മതി വെച്ചിട്ട്. അപ്പോൾ പിന്നെ വേഗം ഇത് ഇങ്ങനെ മുഖത്തൊക്കെ വേഗം കളയല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് മുഖം കഴുകിയാലോ അല്ല ഭദ്രകാളിൻ്റെ മാതിരി കരി കൺമിഷൊക്കെ കൂടി അങ്ങോട്ട് പരന്നിട്ട് കണ്ണിൻ്റെ ഇടയൊക്കെ കണ്ട് കറുത്തിട്ട് നമ്മളല്ലാതെ തന്നെ ആവട്ടെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ലാലു എന്തൊക്കെയോ ഡയലോഗ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കണമുണ്ട്, അവിടെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലുവിനെ അങ്ങനെ കളിയാക്കാട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. ദശത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ മൂക്കടയും ചെവി അടയും അങ്ങനെ പല ലക്ഷണങ്ങളും കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടി. കാരണം എനിക്ക് നേരം വെളുത്താൽ എന്നും തുമ്പലേക്കാരം. ഇനി പാങ്ങിൽ വന്നാലും അങ്ങനെ തന്നെയാണ്, പാങ്ങൊക്കെ എത്തിയാൽ എനിക്ക് തുമ്പൽ കൂടും. കാരണം പാങ്ങിലല്ല തണുപ്പാണ്, തിരൂർ വല്ലാതെ തണുപ്പില്ല. അത് കാരണം ഞാൻ പറയും ഇവിടുത്തെ കാലാവസ്ഥയാണ് പറഞ്ഞിട്ട് ഞാൻ കുറേ അങ്ങനെ നടന്നിട്ടാണ്. പിന്നെ ഫുൾ ടൈം എനിക്ക് ജലദോഷമായിക്കാരം. അങ്ങനെ അതൊക്കെ ഭേദമായി വന്നിരുന്നു. പക്ഷേ ഇടത് മൂക്ക് നമ്മൾ കടന്നാൽ ഇടത് മൂക്കടയും, നമ്മൾ തല താത്തിയാൽ മൂക്കടയും, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ചീത്ത അറിയില്ല തുടങ്ങി. ഇത് ഡോക്ടറെ കാണിച്ചുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന മൂക്ക് അങ്ങനെ അടയണ അത്ര നല്ലതല്ല, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിച്ചല്ലോ തുടങ്ങിയിട്ടാണ്. പിന്നെ ചെവിയും കൂടി അടഞ്ഞപ്പോൾ പിന്നെ ആകെ ബേജാറായിട്ടാണ്. കാരണം ഇനി ഇതെന്ത് മാറാരോഗമാണ് എന്നുള്ള ബേജാറ് ചെയ്തിട്ടാണ്. പിന്നെ അൽഹംദുലില്ലാ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പേടിച്ചാനൊന്നുമില്ല, അത് അലർജി കൂടിയതാണ് പറഞ്ഞിട്ടാണ്.
സത്യം പറയാലോ അപ്പോഴാട്ടോ സമാധാനമായത്. പിന്നെ വെള്ളം നിറച്ച് മരുന്നൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചിട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.